ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മളിൽ പല ആളുകൾക്കും ജലദോഷം, പനി, തുമ്മൽ, തൊണ്ടവേദന, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് റെസ്പിറേറ്ററി കെയർ സിറപ്പ്. പൊതുവെ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ കഫ് സിറപ്പാണ് പൊതുവെ കഴിക്കുക. ഇത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ അസുഖം വരാതെ നമ്മളെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും ഇൻ കേസ് നമ്മളൊരു ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനും സഹായിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് റെസ്പിറേറ്ററി കെയർ സിറപ്പ്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിറപ്പ് വിത്ത് തുളസി. നമുക്കറിയാമല്ലേ, തുളസി പണ്ട് കാലം മുതലേ നമ്മൾ കേട്ട് വരുന്ന ഔഷധ സസ്യമാണ്. മദർ ഓഫ് ഓൾ ഹെർബ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അടുത്തത് ജിഞ്ചർ, ഇഞ്ചിനെ കുറിച്ചിട്ട് നമുക്കറിയാം. യഷ്ടിമധു ഇരട്ടി മധുരമാണ്. പിപ്പലി, തിപ്പലി, നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമ്പോൾ തിപ്പലി. ഏലാദിയിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തിപ്പലി. ചുക്ക്, മുളക്, തിപ്പിലി, ഇത് മൂന്നും കൂടിയതാണ് ഏലാദി. ഏലാദി ലേഖ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ കാലിമിർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുരുമുളകാണ്. ലവംഗ എന്ന് പറയുന്നത് ഗ്രാമ്പ്. അതുപോലെ തന്നെ കണ്ടകാരി ചുണ്ട. പിന്നെ അടുത്തത് ഹരിതകി, കടുക്ക. ഇതൊക്കെയാണ് ഈ റെസ്പിറേറ്ററി സിറപ്പിൽ ഉള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള രീതിയിൽ പണ്ടത്തെ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസ് നമുക്ക് ഔഷധങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ക്യൂർ ചെയ്തിരുന്ന പോലെ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റാണ് റെസ്പിറേറ്ററി കെയർ സിറപ്പ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, പൊതുവേ നമ്മൾ ഒരു കഫ് സിറപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ആൽക്കഹോളിക് കണ്ടൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം പല ആളുകൾക്കും ഭയങ്കര സെഡേഷൻ ഫീൽ ചെയ്യാറുണ്ട്, ഉറക്കം തൂങ്ങാറുണ്ട്. ഇവിടെ നോൺ ആൽക്കഹോളിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ പോയി സെഡേഷൻ, ഇനി ഉറക്കം വരുന്ന ഒരു ടെൻഡൻസി ഒന്നുമില്ല, ക്ഷീണമൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫാണ്. നോൺ ആൽക്കഹോളിക് ഫോർമുലയാണ് ഇതിലുള്ളത്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് വെരി സിമ്പിൾ. 2 ടീസ്പൂൺ, ഏകദേശം 10 ml 2 നേരമാണ് നമ്മൾ കഴിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ 10 ml നമ്മൾ 2 നേരം കഴിക്കുകയാണ് വേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഈ തൊണ്ടവേദന, കഫക്കെട്ട്, ശ്വാസതടസ്സം, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. സോ നാച്ചുറലായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റെസ്പിറേറ്ററി കെയർ സിറപ്പ്. താങ്ക് യു.